എറണാകുളം ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് ചേർന്നിരുന്നത്. ടീച്ചർ ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെല്ലാം പെട്ടിയിലായി. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണ് വിജയപ്രതീക്ഷ? വിജയിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ. കാരണം ജനങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും പരിഗണനയും ഇഷ്ടവും ഒക്കെ വോട്ടായി മാറിയിട്ടുണ്ടാവും. അത് വിജയിപ്പിക്കും. ടീച്ചർ അതുപോലെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് ടീച്ചർ തന്നെ തട്ടകമായ പറവൂരിലാണ്. ഇതിപ്പോൾ എന്ത് മെസ്സേജാണ് ഇപ്പോൾ പറവൂർ നൽകുന്നത്? പറവൂർ പ്രദേശത്തെ ഒരു പുത്രി, ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ഞാൻ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത് കാണുന്നത്. ടീച്ചർ അതുപോലെ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് മൊത്തത്തിൽ സംസ്ഥാനത്ത് തന്നെ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് പരിശോധിച്ചാൽ ഒരു കോൺഗ്രസിൻ്റെ തട്ടകമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന തൃക്കാക്കര അതുപോലുള്ള സ്ഥലങ്ങളിലാണ്, എറണാകുളം അതുപോലുള്ള സ്ഥലങ്ങളിലാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയാണ് ടീച്ചർ, അതിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഞാൻ ഇന്നലെ എൻ്റെ FB പേജിൽ നന്ദി പറഞ്ഞുകൊണ്ടൊരു കുറിപ്പിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത്, ഇപ്പം എൻ്റെ സംസാരമോ അല്ലെങ്കിൽ പെരുമാറ്റമോ എന്തൊക്കെയോ കൊണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട്, അതുകൊണ്ടാണ് ആ സ്വീകരണ കേന്ദ്രത്തിലും സ്വീകരണ കേന്ദ്രമല്ലാത്ത സ്ഥലത്തും ആളുകൾ വണ്ടി തടഞ്ഞു നിർത്തി എനിക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനം തന്ന് സ്വീകരിക്കുന്ന, അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ എല്ലാവരും, ഈ പറഞ്ഞ എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ചിലപ്പോൾ മാനസികമായി യോജിക്കാൻ പറ്റാത്തവരുണ്ടാവാം. അത് പരമ്പരാഗതമായിട്ട് നമ്മളൊരു പാർട്ടിക്ക് ചെയ്ത്, പക്ഷേ ഈ വ്യക്തിനോട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയോട് ഇഷ്ടമുണ്ട്, പക്ഷേ അവർക്ക് എന്തുകൊണ്ടോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ പോയി കാണില്ല, ടീച്ചർക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പോണില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയായിരിക്കാം എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ചെറിയ നമ്മുടെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ, വാർഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും പല കോൺഗ്രസ്സുകാരും വരാതെ ഇരുന്നിട്ടുണ്ട്. കാരണം അവർക്ക് എന്നോട് ഞാൻ ജയിക്കണം എന്നുണ്ട്, പക്ഷേ കോൺഗ്രസ്സിനല്ലാതെ വോട്ട് ചെയ്യാൻ അവരുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ടാവില്ല. അവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ, ഓരോ പാർട്ടിക്കാരോടും ജനങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവും, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും പല രീതിയിലും. അപ്പോൾ അതും എനിക്ക് ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ചിലപ്പോൾ ചെന്നാൽ അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും, പക്ഷേ എന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട്, സ്നേഹം കൊണ്ട് ചെല്ലാതിരിക്കലായിരിക്കും നല്ലത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടീച്ചർ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ബിഗ് ലീഗിൽ മത്സരിക്കുന്നത് ആദ്യമാണ്. ആ ഒരു എക്സ്പീരിയൻസ്, 2 മാസത്തോളം കഠിനമായ വെയിലായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അയ്യോ, ജീവിതത്തിൽ മറക്കാനാവാത്ത 2.5 മാസക്കാലമാണ് അത് എനിക്ക് സമ്മാനിച്ച എൻ്റെ പ്രസ്ഥാനത്തിനോട്, LDFിനോട്, അതിന് നേതൃത്വം കൊടുക്കുന്ന CPMനോട്, അതിൻ്റെ നേതാക്കന്മാരോട്, ഏറ്റവും താഴെ തലത്തിൽ വരെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോടും, ഈ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന അനുഭാവികളായവർ, ഇടതുപക്ഷ കുടുംബാംഗങ്ങൾ എല്ലാവരോടും എനിക്ക് നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല. ആ ഒരു ജീവിതത്തിൽ അവർ തന്ന സ്നേഹം, ജനങ്ങൾ തന്ന സ്നേഹം, ഞാൻ ആരുമല്ലാത്ത ഒരു ആളെ, ഒരു ചെറിയ ഒരു സ്പേസിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു സ്ത്രീയെ ഹൃദയത്തിലേറ്റി സ്വീകരിച്ച് എന്നെ താഴ്ത്തു നിർത്തിയിട്ടില്ല. 2.5 മാസക്കാലം ഞാൻ താഴ്ത്തു നിന്നിട്ടില്ല. എല്ലാ സ്ഥലത്തും നല്ല അവരെ എന്നെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കായിരുന്നു ചെയ്തിരുന്നത്. എല്ലാവരും അതിന് ഞാൻ എൻ്റെ LDFിൻ്റെ നേതൃത്വത്തെ, അവരൊക്കെ എത്രയോ ഉയർന്ന നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, അവരുടെ മുന്നിൽ ഞാൻ വലിയ രഥത്തിൽ എന്നെ ചുവന്നുകൊണ്ട് പോകുന്നൊരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. അത് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ്. എത്രയോ ദിവസം കഠിനാധ്വാനം എനിക്ക് വേണ്ടി പ്രസ്ഥാനത്തോടുള്ള സ്നേഹത്തെ പ്രതി അവർ ചെയ്തിട്ടുണ്ട്. അധ്വാനിച്ച് വൈകുന്നേരം വളരെ ബുദ്ധിമുട്ടി അവശരായി വന്നിട്ട് ശേഷം രാവന്തിയോളം പോസ്റ്റർ ഒട്ടിച്ചും അതിലെഴുതിയും പ്രസ്താവനകൾ വിതരണം ചെയ്തും എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നിട്ടും മതിവരാതെ ഇരിക്കുന്ന പ്രവർത്തകരെയാണ് കണ്ടത്. ഞാൻ ഇന്നലെ ഗോതിരത്തിൻ്റെ സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ അവർ ആ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ ആവേശവും, എനിക്ക് എന്താണ് സങ്കടം, എന്താണ് വരണേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ വല്ലാത്തൊരു, ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു ചാനലിനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ നേതാക്കന്മാർ പ്രായമായിട്ടും അവിടെ നിന്ന് മാറാത്തത്? കാരണം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം, അത് ഊർജം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മരുന്നിനും പകരം വെക്കാത്തതാണെന്ന്. ഒരു ചികിത്സയും അതിനപ്പുറത്തില്ല, ഒരു ചികിത്സയും.
അത്രയും സ്നേഹവും പരിഗണനയുമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം ജനമാണ് ഏറ്റവും വലുത്, ഏറ്റവും പരമപ്രധാനം. ഇത്തവണ എറണാകുളം ഷൈനാവും. ആകും. ജനങ്ങളതാക്കും. എന്തായാലും ടീച്ചർ ഓൾ ദ ബെസ്റ്റ്. ഷൈൻ ടീച്ചറാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ രാജു വർഗീസ്. ടീച്ചർ പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ മണ്ഡലത്തിൽ പല മണ്ഡലത്തിലും വല്ലാത്ത പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെ വ്യക്തിഹത്യ, അതൊക്കെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഇത്രയും ഉയർന്ന ആദരണീയരായ ഒരു സ്ത്രീ. പക്ഷേ ഇവിടുത്തെ മണ്ഡലത്തിൽ, എറണാകുളം മണ്ഡലത്തിൽ വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ 3 പേരും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റു പാർട്ടിയും BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ അവരും ഒരു രാഷ്ട്രീയ മാന്യത കാണിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു രാഷ്ട്രീയ സംസ്കാരമായിട്ട് മാറണം. ഈ 2 പ്രസ്ഥാനത്തോടും BJP പ്രവർത്തകരോടും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരോടും കൂടി ഈ അവസരം ഞാൻ നന്ദി ഓർക്കുകയാണ്. വളരെ ഡീസൻ്റായിട്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാമെന്ന് കാണിച്ചു കൊടുത്തൊരു മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. അതിന് എല്ലാ ജനങ്ങളോടും പ്രവർത്തകരോടും നന്ദി പറയും. ഷൈൻ ടീച്ചറാണ് കൈരളി ന്യൂസിനോട് ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കൊച്ചി.